إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതിനു വേണ്ടിയുള്ള അധ്വാനം പരിശ്രമം ആവശ്യമാണ്. ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നയാൾ അതിനുവേണ്ടി പണം സമ്പാദിക്കണം, സ്വരൂപിക്കണം. കച്ചവടത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആൾ അതിനു വേണ്ടതായ പരിശ്രമങ്ങൾ നടത്തണം. എക്സാമിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെതായ അധ്വാനവും കഠിനാധ്വാനവും പരിശ്രമവും വേണം. അതേപോലെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗം ലഭിക്കാൻ അതിനെ അങ്ങേയറ്റത്തെ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വസ്തുരത്തിലേക്ക് വളരെ വേഗത്തിൽ യാതൊരു കഷ്ടതയും ത്യാഗവും ഇല്ലാതെ പെട്ടെന്ന് കടന്നു ചെല്ലാമെന്ന് നിങ്ങളിൽ ആരാണ് നന്നായി പരിശ്രമിക്കുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളിൽ ക്ഷമയുള്ളവരാര് എന്ന് പരീക്ഷിച്ചിട്ടല്ലാതെ സഹോദരങ്ങളെ സ്വർഗം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ, സമുദായങ്ങൾ, അവരിവിടെ 1000 വർഷങ്ങളൊക്കെ ജീവിച്ചവരുണ്ട്. നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. പറഞ്ഞാൽ എന്റെ ഉമ്മത്തിലെ ആയുസ് 60-70 വർഷക്കാലമാണ്. അതിൽ കുറവ് ലഭിക്കുന്നവരുണ്ട്, ചില ആളുകൾക്ക് കൂടുതൽ കിട്ടും. സഹോദരങ്ങളെ, എങ്ങനെ മുൻഗാമികൾ ചെയ്ത നന്മകളും അവർ പോയ പരിശ്രമവും ആ വഴിയിൽ നമുക്ക് എത്താൻ എങ്ങനെ സാധിക്കും? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സമയങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഒന്നിനെ 10 അല്ല, 70 അല്ല, 700 അല്ല, കണക്കില്ലാതെ പ്രതിഫലം നൽകുന്ന ചില ഓഫറിന്റെ സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഈ ഉമ്മത്തിനെ ചില സമയങ്ങളിൽ നൽകിയിട്ടുണ്ട്. നിശ്ചയമായി നിങ്ങളുടെ റബ്ബിനെ ഈ വർഷങ്ങളിൽ ചില ദിവസങ്ങൾ ചില ഓഫറുകൾ ആയിക്കൊണ്ടുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ കൂടുതലായി നിങ്ങളുടെ പരിശ്രമം നടത്തിക്കൊണ്ട് റബ്ബിനത് കാണിക്കും. നിങ്ങളിൽ ആരത് പ്രകടിപ്പിക്കുന്നുവോ, ആർക്കാ ഓഫറുകൾ ലഭിക്കുന്നുവോ, ഒരിക്കലും അതിനുശേഷം അവർ ദൗർഭാഗ്യവാന്മാരാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വറബ്ബുക യഖ്ലുഖു മാ യശാ വ യഖ്താർ, അല്ലാഹു ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതിനെ ചില പ്രത്യേകത നൽകിക്കൊണ്ട് അവർ തിരഞ്ഞെടുക്കും. ലോകത്തുള്ള സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവരാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, റെസ്പെക്ട് ചെയ്തിരിക്കുന്നു. വേറെയുള്ള ജീവികളെ പോലെയല്ല മനുഷ്യനെ, അവന് പ്രത്യേകത നൽകി. ആ മനുഷ്യരിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് ചില പ്രവാചകന്മാർക്ക് പ്രത്യേകത നൽകി. ആ പ്രവാചക
തന്നെ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകി. മിൻഹും മൻ കല്ലമല്ലാഹ്, അവരിൽ അല്ലാഹുമായി സംസാരിച്ചവരുണ്ട്. ആരാ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ ഉലുൽ അസ്ം എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുണ്ട്. അവരാരാണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മിന്റെ പ്രവാചകർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഏറ്റവും കഠിനമായ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്മാരാണ്. അങ്ങനെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് പ്രത്യേകത നൽകി, അവരിൽ അമ്പിയാക്കൾക്ക് അവരിൽ തന്നെയും ഉലുൽ അസ്മിനെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്ക്, സമയങ്ങൾക്ക്, കാലങ്ങൾക്കൊക്കെ പ്രത്യേകത ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എല്ലാ മാസം പോലെയല്ല റമദാൻ മാസം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതിന് പ്രത്യേകത നൽകി. അതുപോലെ തന്നെ ചില രാത്രികൾക്ക് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ദിവസങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും പോലെയല്ല ജുമുഅ ദിവസം. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസത്തിലാണ് ഫീഹി ഖുലിഖ ആദം, ആദം നബി സൃഷ്ടിക്കപ്പെട്ടത്. അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദ്യ ദിനം ജുമാ ദിവസത്തിലല്ലാതെ സംഭവിക്കുകയില്ല. ഹദീസിൽ കാണാം, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമാ ദിവസമാണ്. സ്ഥലങ്ങൾക്ക് ചില സ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠത നൽകി. മക്ക, മദീന, ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ തലാസത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒന്ന് മക്കത്തെ പള്ളി മസ്ജിദുൽ ഹറാമിൽ, മറ്റൊന്ന് മദീനത്തെ മസ്ജിദുൽ നബവി, മറ്റൊന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികൾക്ക് ശ്രേഷ്ഠതയുണ്ട്. നാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാട് മക്ക രാജ്യമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ചില ദിവസങ്ങൾക്ക്, ചില കാലങ്ങൾക്ക്, സമയങ്ങൾക്ക് അല്ലാഹു ശ്രേഷ്ഠത നൽകുന്നു. അതുപോലെ തന്നെ മുഹറം മാസം, അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഇങ്ങനെ പലതിനും പല ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രേഷ്ഠമായ ചില നാളുകളിലേക്കാണ് നാം പ്രവേശിക്കാനിരിക്കുന്നത്. ആ മാസങ്ങളും അതാ, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 എണ്ണം പവിത്രമാണ്. ഏതാ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. നമ്മളിപ്പോ ദുൽഖഅദയിലാണുള്ളത്. ഈ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നു. ശ്രേഷ്ഠമായ മാസങ്ങളാണ് റജബ്. അതുപോലെ തന്നെ ഈ 4 തലാഖുൽ മുതവാലിയ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഈ 4 മാസങ്ങൾ അതേറെ പവിത്രതയുള്ളതാണ്. അതിൽ തന്നെയും സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഏതാനും ചില മഹത്വങ്ങൾ. നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് ഏറെ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഏതാണ് വൽ ഫജ്ർ? പ്രഭാതം കൊണ്ട് തന്നെ സത്യം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളെ കുറിച്ചും സത്യം ചെയ്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. ഇങ്ങനെ പലതിനെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏത് സൃഷ്ടികളെ കൊണ്ടും സത്യം ചെയ്ത് പറയാം. എന്നാൽ നമ്മൾ അല്ലാഹുവിന്റെ അടിമകൾ എന്തെങ്കിലും സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ വല്ലാഹി തല്ലാഹി ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം, അങ്ങനെ ഒരു വിശ്വാസി സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. തഫ്സീറുകൾ കാണാം, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദ് മിന സലഫി വൽ ഖൽഫ്, മുൻഗാമികളും പിൻഗാമികളുമായ മുഫസ്സിറുകൾ മഹാനായ ഇബ്നു
അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജുമാൻ ഖുർആൻ അദ്ദേഹവും അതേപോലെ തന്നെ മറ്റു താബിഈകളും ഒക്കെ വ്യക്തമാക്കിയതുപോലെ ഈ ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അഫ്ളലു അയ്യാമി ദുനിയ, നാളുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. അങ്ങനെയാണ് ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. സഹോദരങ്ങളെ, ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ വേറെ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അത്ര ശ്രേഷ്ഠതയില്ല. അല്ലാഹുക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ഈ ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദുമില്ല ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരാളൊഴികെ അയാളുടെ നഫ്സ് കൊണ്ടും അയാളുടെ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചു. ഫലം യർജി മിൻ ദാലിക ബിശൈഇ, അതിൽ നിന്ന് യാതൊന്നും തിരികെ വന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ സ്വത്തും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അയാൾ നൽകി. അങ്ങനെയുള്ള ജിഹാദ് അതിനേക്കാളും ശ്രേഷ്ഠമാണ്. എന്നാൽ സഹോദരങ്ങളെ, അത്രത്തോളം ജിഹാദിനോളം വരുന്ന ഏറ്റവും പുണ്യമായ നാളുകളാണ് ഈ ഒരു ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അഅദമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളതായ, അഅദമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഹജ്ജിന്റേതായ മാസങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതൊക്കെ ശ്രേഷ്ഠതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയത്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ നാളുകളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല, ദുൽമ ചെയ്യാൻ പാടില്ല. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട് ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. 12 മാസങ്ങൾ മുഴുവനാണോ, അതല്ല ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളാണോ? 12 മാസങ്ങളിലും ദുൽമ ചെയ്യാൻ പാടില്ല. വിശിഷ്യ ഈ പ്രത്യേകമായ 4 മാസങ്ങൾ അത് യുദ്ധനിഷിദ്ധമാക്കി. മാത്രമല്ല, തിന്മകളെ നിങ്ങൾ ഒഴിവാക്കുകയും നന്മകൾ വീഴ്ച വരുത്തുന്നത് പോലും തെറ്റാണ്. നന്മകളിൽ വീഴ്ച വരുത്തുക, അതിലും നമ്മൾ എന്ത് ചെയ്യണം, മുന്നേറണമെന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു നാളുകൾ നമുക്ക് ലഭിക്കാനില്ല, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകൾ. അപ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, റമദാൻ മാസത്തെ അവസാനത്തെ 10 ആണോ, ലൈലത്തുൽ ഖദ്ർ വരുന്ന അവസാനത്തെ 10 ദിവസങ്ങളാണോ, ദുൽഹിജ്ജ മാസത്തിലെ 6-10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്, അയ്യാമു അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിർ മിൻ റമദാൻ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് 10 ദിവസങ്ങൾ, 10 പകലുകൾ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ അത് സഹോദരങ്ങളെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. എന്നാൽ വല്ലയാലിൽ അശ്ർ, രാത്രി 10 അൽ-അവാഖിർ മിൻ റമദാൻ അഫ്ളലു മിൻ ലയാലി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളെക്കാൾ ശ്രേഷ്ഠമായത് റമദാൻ മാസത്തിലെ അവസാനത്തെ രാത്രികളാണ്. അപ്പോൾ പകലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ് ഈ ദിവസങ്ങൾ. എന്താണ് ഇത്ര പ്രത്യേകത? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസ് അശ്രി ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്ത്, എന്തുകൊണ്ട് ഇത്ര ശ്രേഷ്ഠത ഈ വരുന്ന ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് നൽകപ്പെട്ടു? അദ്ദേഹം പറയുന്നത്, ആ പ്രത്യേകത ലഭിക്കുന്നത് ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്ത്, മുഴുവൻ ഇബാദത്തുകളും ഒന്നിച്ചു ചേരുന്ന ദിവസമാണ് ഈ നാളുകൾ. وهي الصلاة والصدقة والزكاة والصوم والحج ولا يتعدى ذلك في غيره. ഹജ്ജ് ഈ സമയങ്ങളിലല്ലാതെ കിട്ടുകയില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, അതേപോലെ തന്നെ ഹജ്ജ്, ഈ ഇബാദത്തുകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടുന്നത് സഹോദരങ്ങളെ ഈ നാളുകളിലാണ്. അതിനാണ് യൗമുൽ തർവീഹ് വരുന്നത്, അതുപോലെ തന്നെ യൗമു അറഫ, യൗമുൻ നഹർ, ഇതൊക്കെ വരുന്നത് ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഹജ്ജിന്റേതായ ഹാജിമാരായ ആളുകൾ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന മന്ത്രധ്വനികളുമായി കൊണ്ട് അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവന് യാതൊരു പാർട്ണർമാരുമില്ല, അവൻ ഏകനാണ്, അവനാണ് ആധിപത്യം, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ആ മുദ്രാവാക്യങ്ങളുമായി കൊണ്ട് ലോകത്ത് എല്ലാ വിശ്വാസികളും മുസ്ലിമീങ്ങളും പ്രത്യേകത കൽപ്പിക്കുന്നതായ ഈ ദിവസങ്ങളെ നമ്മൾ അതിന്റെ ശ്രേഷ്ഠതയോടുകൂടി തന്നെ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ കാണാം,
ഈ ഹജ്ജിന്റെ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ഉപകാരമുള്ള കുറെ കാര്യങ്ങൾക്ക് സാക്ഷിയാവാൻ. ويذكر اسم الله في ايام معلومات على ما رزقهم من بهيمة الانعام. അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അറിയപ്പെട്ട നാളുകളിൽ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ ബലിമൃഗങ്ങൾ അറുക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. ഹജ്ജിന് പോയ ആളുകൾ അതിൻ്റെതായ ബലിയുണ്ട്, അല്ലാത്ത ആളുകൾ ഉദഹയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവർ വ്യാപൃതരാകുന്നത്. ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, ഈ നാളുകളിൽ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കേണ്ടതുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ മനസ്സിലാകും സഹോദരങ്ങളെ, ഇത്രയും ഒരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര റഹ്മത്താണ്, കാരുണ്യമാണ് നമ്മോട് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ റെഡിയുണ്ടോ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മത്സരിക്കാൻ, നന്മകളിൽ മുന്നേറാൻ മത്സരിക്കാൻ നിങ്ങൾ റെഡിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു കതബ ഹസനാതി വസയ്യിആത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും രേഖപ്പെടുത്തും. പിന്നെ അത് വ്യക്തമാക്കി, ആരെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചു എന്നിട്ട് ഫലം യഅമൽഹ, അവനത് ചെയ്തില്ല, അല്ലാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായ ഒരു നന്മ അവൻ രേഖപ്പെടുത്തും. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നന്മ ഏതെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. ആ ഉദ്ദേശത്തിന് അല്ലാഹു ഒരു നന്മ രേഖപ്പെടുത്തും. ഇനി ഒരു നന്മ ഉദ്ദേശിച്ച് അവനത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. 10 മുതൽ 700 ഇരട്ടി വരെ, ഒരുപാട് ഇരട്ടി. ഒരു നന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അല്ല 700 അല്ല, അതിന് ഇരട്ടിയും അല്ലാഹു നൽകാൻ തയ്യാറാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളോട് അല്ലാഹു കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. ഇനി വമൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ആരെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, ഒരു തിന്മ ചെയ്യണം ഉദ്ദേശിച്ചു പക്ഷെ അത് ചെയ്തില്ല, എന്നാൽ പോലും കതബഹു ഇൻദഹു ഹസനത്തൻ കാമില. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ്. എങ്ങനെയെങ്കിലും എന്റെ അടിമകൾ, വിശ്വാസികൾ സൽക്കർമ്മം ചെയ്ത് നന്മകൾ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു തിന്മ ഉദ്ദേശിച്ചു ചെയ്തില്ല, ഒരു നന്മ രേഖപ്പെടും. വഇൻ ഹമ്മ ബിഹാ, ഒരു തിന്മ ഉദ്ദേശിച്ചു, ഫഅമിലഹ, ആ തിന്മ ചെയ്തു. നന്മക്ക് അനുസൃതമായിട്ടായിരുന്നെങ്കിൽ തിന്മ, സഹോദരങ്ങൾ എത്ര വേണം? നന്മക്ക് എത്ര കിട്ടുന്നത്? 10 മുതൽ 700 വരെ നന്മകൾ അങ്ങ് രേഖപ്പെടുത്തി. പക്ഷെ ഒരു തിന്മ ചെയ്താൽ ഒരടിമക്ക് അല്ലാഹു സയ്യിഅത്തൻ വാഹിദ, ഒരൊറ്റ തിന്മ മാത്രമേ രേഖപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ ഓഫറാണ് ഈ വരുന്ന ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള നാളുകൾ. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ സലഫുകൾ എങ്ങനെയായിരുന്നു? കാന സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് താബിഈയാണ്, ഇദാ ദഖല അൽ-അശർ, ഈ ദുൽഹിജ്ജ മാസത്തിലെ 10ലേക്ക് പ്രവേശിച്ച, അതായത് ആ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ഇജ്തിഹാദൻ ശദീദ, ശക്തമായി പരിശ്രമിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം പരിശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ മുത്ലഖായ തക്ബീർ, 2 തക്ബീർ ഉണ്ട്, മുഖയ്യദായ തക്ബീർ ഉണ്ട്, മുത്ലഖായ തക്ബീർ, നിരുപാധികം എല്ലാ സമയത്തും ചൊല്ലേണ്ടതായ തക്ബീർ. അത് ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങി അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ ചൊല്ലാവുന്നതാണ്. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. ആ ദിവസങ്ങളുടെ അവസാനം വരെ ഏത് സമയത്തും ചെയ്യാം, ചൊല്ലാം. വകാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ യഖ്റുജാൻ ഇല സൂഖ് യുകബ്ബിറാൻ, അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ദുൽഹിജ്ജ മാസത്തിലെ നാളുകളിൽ അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങി തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറുകൾ, മുത്ലഖായ തക്ബീർ ഏത് സമയത്തും എവിടെ വെച്ചും ചൊല്ലാവുന്നതാണ്. മുഖയ്യദായത് അത് പെരുന്നാൾ ദിവസത്തിന്റെ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖ് അവസാനം വരെ ദിവസങ്ങളിൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാറുണ്ട്. ഇത് ചൊല്ലുന്നത് കേട്ടിട്ട് മറ്റു ആളുകളും എല്ലാം തക്ബീർ ചൊല്ലാറുണ്ട്. നമുക്ക് സഹോദരങ്ങളെ, സ്വഹാബികൾ അതിൽ പരിശ്രമിക്കുകയായിരുന്നു. ഏതെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ദിവസങ്ങളിൽ നോമ്പെടുക്കുക. പ്രത്യേകമായി ഹദീസുകളിൽ കാണാം നമുക്ക് സുന്നത്ത് നോമ്പുകൾ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നമ്മൾ അകറ്റുന്നതാണ്. മാത്രമല്ല ഹദീസുകളിൽ കാണാം, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ദിസ്അതിൽ ഹിജ്ജ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസത്തിലെ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്. അപ്പോൾ അറഫയാണ് പ്രത്യേകം. 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പ്. വയൗമ ആശുറ, ആശുറ ദിവസം മുഹറം 10ന്റെ നോമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാറുണ്ട്. വസലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിലും
മാസത്തിലെയും 3 ദിവസങ്ങൾ അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന 13, 14, 15 ഇങ്ങനെ നന്മകൾ ചെയ്യാൻ സഹോദരങ്ങളെ എത്രയോ അവസരങ്ങളാണ് നമുക്കുള്ളത്. റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടുണ്ടോ? നന്മ ഉദ്ദേശിക്കുന്നവർ, സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമുക്ക് വലിയ ആദരവ് നൽകിക്കൊണ്ട് നമുക്ക് നൽകിയ ഓഫറാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുക. സലഫുകളൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് താബഈൻ അദ്ദേഹം പറയുന്നത് മാ ഫാതതനി തക്ബീറത്തുൽ ഇഹ്റാം മുൻദു 40 സന. നമസ്കാരത്തിന്റെ ഫസ്റ്റ് തക്ബീർ 40 വർഷമായി എനിക്ക് നഷ്ടമായിട്ടില്ല. നമുക്ക് പറയാൻ പറ്റും. നമ്മള് ബാങ്ക് കേട്ടിട്ട് ഇഖാമത്ത് കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങിയിട്ടാണ് നമ്മൾ ഷോപ്പിൽ തന്നെ എണീക്കുന്നത്. ബാങ്ക് കേട്ടിട്ട് അപ്പോൾ അതാണല്ലോ സലഫുകൾ, മുൻഗാമികൾ. അവര് ബാങ്കിന് മുമ്പ് തന്നെ അവർ പള്ളിയിലെത്തി. അതാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹിന്റെ ദീനിനോടുള്ള ഇഷ്ടം, നന്മകൾ ചെയ്യാനുള്ള താല്പര്യം. അത് ഈമാനിന്റെ ഒരു അലാമത്താണ്. അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടോ, അള്ളാഹിന്റെ ദീനിൽ മത്സരിക്കാൻ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ പരിശ്രമിച്ച സഹോദരങ്ങളെ നമ്മുടെ ദീനും ദുനിയാവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. കച്ചവടത്തിൽ ബറക്കത്ത്. നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. അല്ലാഹു സഹായിച്ചാൽ അത് നിങ്ങളെ സഹായിക്കും. ഉള്ളതിലൊരു ബർക്കത്ത് ഉണ്ടാവും. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ശരി സഹോദരങ്ങളെ, അള്ളാഹിന്റെ ദീനിലാണോ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്? ഇവിടെ കഷ്ടപ്പെട്ടാലും നാളെ ആഖിറത്തിൽ സ്വർഗീയ ലോകത്തെ ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. ഏതെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ, തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും, അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകള്, സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. മൻ സല്ല 12 റകഅതൻ തഖവ്വുഅൻ യൗമൻ വലൈല ഗൈറൽ ഫരീദ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ ഒരു ദിവസം ഡേ നൈറ്റിലായിക്കൊണ്ട് 12 റകഅത്ത് ഫർളല്ലാത്ത നിസ്കരിച്ചാൽ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകും. സുബൈന്റെ മുമ്പ് 2 റകഅത്ത്, ദുഹറിന്റെ മുമ്പ് 4 റകഅത്ത്, ദുഹറിന് ശേഷം 2 റകഅത്ത്, അസ്റിന് മുമ്പ് ശേഷമല്ല, മഗ്രിബിന് ശേഷം 2, ഇശാന് ശേഷം 2. ഈ റവാത്തിബ് സുന്നത്തുകൾ പതിവായി നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. സഹോദരങ്ങളെ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല പറയുന്നത് മാ തറക്തു മുൻദു സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈ ഒരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടതിൽ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ എത്ര ഖുതുബകൾ കേൾക്കുന്നു, എത്ര ഹദീസുകൾ കേൾക്കുന്നു, ഏതെല്ലാം നന്മകളെ കുറിച്ച് അറിയുന്നു. എന്തൊന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ ആക്കിയിട്ടുള്ളത് ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുവരാൻ? എന്റെ ഷെഡ്യൂളിൽ ഒരു ദിവസത്തെ കാര്യങ്ങളിൽ ഞാൻ നിത്യമായി പതിവായി അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു കൽപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്ക് സാധിക്കും? ജോലിക്ക് പോകുന്നുണ്ട്, ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അള്ളാഹിന്റെ ദീന് പഠിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ സഹോദരങ്ങൾ. അതുകൊണ്ട് കൂടുതലായി നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, തുലാസിൽ ഹെവി ആയിട്ടുള്ള, നാളെ മീസാനിൽ കനം തൂങ്ങുന്ന, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതായ 2 കലിമത്തുകൾ. അത് നിങ്ങൾ കൂടിയിരുന്നിട്ട് ആടിപ്പാടി ചൊല്ലേണ്ടതല്ല. നിങ്ങളുടെ യാത്രയിലെ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് എവിടെയായിരുന്നാലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ റബ്ബിനെ വാഴ്ത്തുന്ന, റബ്ബിനെ സ്തുതിക്കുന്ന ഈ ദിക്റുകൾ നമുക്ക് ചൊല്ലാം. നമ്മളെല്ലാം പിന്നെ ആരാണിത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മളോട് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അപ്പൊ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഏതെല്ലാം നന്മകളുണ്ടോ അതെല്ലാം സഹോദരങ്ങളെ അധികരിപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കായാണ് ഇബാദത്തുകളും നന്മകളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്.
അത് ചെയ്യേണ്ടവരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവരും നമ്മളാണ്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ദുനിയാവിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് നൽകുന്നുണ്ടോ പ്രാധാന്യം നൽകുന്നുണ്ടോ അതിനേക്കാൾ ഏറെ നമ്മുടെ ദീനിന്റെ വിഷയം. ഇന്ന് മരിച്ച സഹോദരങ്ങളെ നമ്മൾ ചെയ്തു വെച്ച അമലുകളെ നമുക്കുണ്ടാവും. അതുകൊണ്ട് ദീനിന്റെ വിഷയങ്ങളിൽ നമ്മളൊന്ന് ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ നമ്മുടെ പരലോക ജീവിതവും ഖബർ ജീവിതവും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പറഞ്ഞു വന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, അല്ലേ വിശ്വാസികളെ ജുമുഅ ദിവസത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണം, വേഗത്തിൽ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നത് ജുമുഅക്ക് വേണ്ടി കുറച്ച് നേരത്തെ വരണം എന്നുള്ളതാണ്. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടങ്ങളൊക്കെ മാറ്റിവെക്ക്. ജുമുഅക്ക് വേണ്ടി അദാൻ ബാങ്ക് വിളിച്ചാൽ ഇമാം മിമ്പറിൽ കയറുന്ന സമയത്താണ് ബാങ്ക് വിളിക്കുന്നത്. അതിൽ പിന്നെയുള്ള കച്ചവടം ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു പറഞ്ഞു വദറുൽ ബൈഅ, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കച്ചവടം ഒഴിവാക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈർ. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, ജുമുഅ കഴിഞ്ഞിട്ട് പോയി നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, നിങ്ങൾ അധ്വാനിച്ചോളൂ, ദുനിയാവിൽ നിങ്ങൾ പരിശ്രമിച്ചോളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതാണ്. ഈ വാക്കിന് എത്രത്തോളം നമ്മൾ വില കൊടുക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഫദ്ൽ. അതുകൊണ്ട് ജുമുഅക്ക് കുറച്ച് നേരത്തെ വരണം. അതെല്ലാവരോടും ബിസിയാണ്, തിരക്കാണ്. നമ്മളെ തിരക്കൊഴിഞ്ഞിട്ടൊന്നും സഹോദരങ്ങളെ ഇബാദത്ത് ചെയ്യാൻ ജുമുഅക്ക് വരാൻ കൂടുകയില്ല. പിന്നെ നമ്മളൊന്ന് കിടന്നു പോയാൽ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് പോകായിരുന്നല്ലോ, ഒരുപാട് ജമാഅത്തുകൾ നഷ്ടപ്പെട്ടല്ലോ, ജുമുഅകളെ എനിക്ക് മിസ്സായല്ലോ എന്ന് ഖേദിക്കേണ്ട ഒരു അവസരം. ഇപ്പൊ സിഹത്തിന്റെ ആഫിയത്തുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റെസ്പെക്ട് നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയല്ല. മലക്കുകൾ കാവൽ നിൽക്കുന്നു. മലക്കുകൾ ഇമാം മിമ്പറിൽ കയറുന്ന സമയത്ത് തന്റെ ഏട് മടക്കി വെച്ചുകൊണ്ട് ഖുതുബ ശ്രമിക്കുന്നുണ്ട്. ഖുതുബക്കിടയിൽ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കട്ടെ പ്രത്യേകം. ഇദാ ഖുൽത ലിസ്വാഹിബിക യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബു, ഇമാം ഖുതുബ പറയുന്ന സമയത്ത് ഇദാ ഖുൽത ലിസ്വാഹിബിക അൻസിക്, നിന്റെ അടുത്തുള്ള ആളോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഫഖദ് ലഗൗത, നീ അനാവശ്യം പറഞ്ഞു. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, എന്തെങ്കിലുമൊക്കെ കല്ലുകൊണ്ട് കളിച്ചു. മദീന പള്ളിയിലൊക്കെ ചെരൽ മണലുകളായിരുന്നു. ഇപ്പൊ നമ്മളെ കാർപ്പറ്റ് പോലെ മൊബൈലിൽ കളിക്കുക, വേറെ സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന് ഹദീസുകൾ പറഞ്ഞു. റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ ആരെങ്കിലും അനാവശ്യം സംസാരിക്കുക അതൊരു തെറ്റായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഖുതുബ ശ്രമിക്കണമെന്ന്. അതിന്റെ ഗൗരവമാണ്. അവന് ജുമുഅയില്ല എന്ന് പറഞ്ഞാൽ ജുമുഅന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഒരു കുറഞ്ഞ സമയം നമ്മൾ നേരത്തെ എത്തുകയും നമുക്ക് ഇമാമ മിമ്പറിൽ കയറുന്നത് വരെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം. ഹദീസുകളിൽ കാണാം. എന്നിട്ട് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം മുതൽ സുന്നത്താണ്. സൂറത്തുൽ കഹ്ഫ് മറ്റു ദുആകളും ദിക്റുകളും ഒക്കെ കുറച്ച് സമയം പള്ളിയിൽ ഒരുമിച്ച് നമ്മൾ അതിന് റെസ്പെക്ട് ചെയ്യണം. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക യൗമുൽ ജുമുഅ, നമുക്ക് കിട്ടിയ ഒരു ഓഫറാണ്, ചാൻസ് ആണ്. ജുമുഅ ദിവസം നമ്മുടെ പെരുന്നാളാണ്. അതുകൊണ്ട് ജുമുഅക്ക് വേണ്ടി പ്രത്യേകം വസ്ത്രം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ അത്രത്തോളം അവർ അതിനെ പ്രാധാന്യം കൽപ്പിച്ചത്. നേരത്തെ വരും പള്ളിയിൽ, എന്നിട്ട് നന്മകളിലെല്ലാം അവർ ഒത്തുചേരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു കാര്യം ഓർത്താനുള്ളത്, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ ഉദ്ഹിയ്യത്ത് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലത്തിൽ അശർ മൻ അറാദ അഹദുകും അൻ യുദ്ഹി, ആരെങ്കിലും ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചു ഉദ്ഹിയ്യത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ശൈഅ, അവന്റെ നഖമെടുക്കാനോ മുടിയെടുക്കാനോ പാടില്ല. ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ മാസം ഹിലാല് ചന്ദ്രക്കല ദൃശ്യമായാൽ വഅറാദ അഹദുകും അൻ യുദ്ഹി, നിങ്ങൾ ആരെങ്കിലും ഉദ്ഹിയ്യത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫയുംസിക അൻ ശഅരിഹി വ ഉഫാരിഹി, അവന്റെ മുടിയും നഖവും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണോ അതിൽ ഉദ്ദേശിക്കുന്നത് അയാൾ മാത്രം. ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഞാൻ എന്റെ വീട്ടിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരാടിനെ ഇറക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒരു ഷെയർ ചേരാൻ ഉദ്ദേശിച്ചു എങ്കിൽ എനിക്ക് മാത്രമാണ് അത് ബാധകമുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് നഖവും മുടിയും ഒക്കെ എടുക്കുന്നതിന് വിരോധമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ സഹോദരങ്ങളെ, നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് അറുക്കുന്ന രൂപത്തിൽ നമ്മൾ തന്നെ അറക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അറക്കുക. തന്റെ കൈകൾ കൊണ്ട് അറുക്കുകയുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുവേ ഹാദാ മിൻക വലക, ഇത് നിന്നിൽ നിന്നാണ്, നിനക്ക് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയുള്ള ഒരു ഖുർബാനി. സാധിക്കുമെങ്കിൽ ഒരാടിനെ അതല്ലെങ്കിൽ പശുവിലും ഒക്കെ ഷെയർ ചേർന്നുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ആരെങ്കിലും ചെയ്തോളും എന്നുള്ളതല്ല.
കുന്നാ നുസമ്മിറുൽ ഉളുഹിയ, ഉളുഹിയത്തിനെ ഞങ്ങൾ ഉളുഹിയത്തിന്റെ ആ ഖുർബാനിക്കുള്ള മൃഗത്തെ ഞങ്ങൾ തടിപ്പിച്ചിരുന്നു, കൊഴിപ്പിച്ചിരുന്നു. ബിൽ മദീനത്തി, മദീനയിൽ. വകാനൽ മുസ്ലിമൂന യുസമ്മിറുന, മുസ്ലിമീങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സ്വഹാബത്തൊക്കെ നേരത്തെ ആ ബലിമൃഗത്തെ വാങ്ങി അതിന് തിന്നാൻ കൊടുത്ത് തടിപ്പിച്ച് കൊഴിപ്പിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ അത് ഖുർബാനി നടത്തുക എന്നുള്ളത് വളരെ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങൾ, മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കൂളുകൾ തുറക്കണം. ഒരിക്കലും നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ അവരുടെ ദീനിയായ വിദ്യാഭ്യാസം. അതൊരിക്കലും മറക്കരുത്. നമ്മളെപ്പോഴും ഉണർത്തുന്ന ഒരു കാര്യമാണ്. മക്കള് അവർ നമ്മുടെ സമ്പാദ്യമാണ്, അവർ അമാനത്താണ്. അപ്പൊ അവർക്ക് നൽകേണ്ടതായ ദീനി വിദ്യാഭ്യാസം, അവർ ഖുർആൻ പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം, ദീനിന്റെ വിഷയങ്ങൾ, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും എങ്ങനെയാണ്, അത് അവർക്ക് അറിയണം. ബാക്കിയുള്ള എന്ത് ഇൽമുകൾ ഉണ്ടായിരുന്നാലും സഹോദരങ്ങളെ, അത് ദുനിയാവിൽ മാത്രം പ്രയോജനപ്പെടുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു എന്നത് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കണം. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്, നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, മക്കളെ എങ്ങനെ വളർത്തിയെന്നത്. അതുകൊണ്ട് അവർക്ക് ദീന് പഠിപ്പിച്ചോ ഇല്ലയോ എന്ന് സഹോദരങ്ങളെ നമ്മളോട് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് ഇവിടെ BPMൽ നമുക്കതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ മസ്ജിദിന്റെ അണ്ടറിൽ മദ്രസ നടക്കുന്നുണ്ട്. എല്ലാവിധ വിഷയങ്ങളും, വിശ്വാസ കാര്യങ്ങൾ, കർമ്മ കാര്യങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായിട്ടുള്ള പാരായണം, സ്വഭാവ മര്യാദകൾ തുടങ്ങി ഇസ്ലാമിന്റേതായ ഒരു കൾച്ചറിൽ നമ്മുടെ മക്കൾ വളരേണ്ടതുണ്ട്. അതിനുള്ള ചെറുപ്പത്തിലെ അവർക്കുള്ള ദീനിയായ മദ്രസ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആ കാര്യത്തിൽ പിന്നെ ഫാമിലി ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നന്മകളിൽ മുന്നേറി ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളിലും കുടുംബങ്ങളിലും നമുക്ക് ഖുർറത്തു അയ്ൻ, കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന ദുൽഹിജ്ജ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ അത് ഈമാനോടെ ഹിസാബോടുകൂടി നന്മയിൽ മുന്നേറാൻ അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇബാദത്ത് ചെയ്യാനുള്ള സിഹത്തും ആഫിയത്തും എല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.